ഹായ് ഹലോ വെൽക്കം ടു വൺസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. ഗേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയമായി, കാരണം 30th August തൊട്ട് 30 September വരെയാണ് നോർമൽ പീരീഡ്. അത് കഴിഞ്ഞിട്ട് എക്സ്റ്റൻഷൻ പീരീഡ് എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം അല്ലെ? പല നമ്മുടെ സ്റ്റുഡൻസിനായാലും ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്. കാരണം ചെറിയൊരു മിസ്റ്റേക്ക് മതി നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് എന്താണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. അപ്പോൾ ബേസിക്കലി എന്താണ്, ആപ്ലിക്കേഷൻ വന്നു, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ ഗേറ്റ് 2023 എന്ന് പുട്ട് ചെയ്താലോ, അല്ലെങ്കിൽ IIT Kharagpur ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഗൂഗിളിൽ ജസ്റ്റ് ഗേറ്റ് 2023 എന്ന് കൊടുക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ വന്ന സൈറ്റ് എന്ന് പറയാൻ തന്നെ നിങ്ങൾക്ക് കാണാം gate.iitk.ac.in എന്ന് പറഞ്ഞാൽ ഗേറ്റ് 2023 അപ്ലൈ ചെയ്യാനുള്ള ഒഫീഷ്യൽ സൈറ്റാണ്. സോ ഡയറക്റ്റ് എന്താ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ പോകുന്നത് എന്താ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും. ഈ പേജിൽ കയറുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാം നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിൽ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് പുട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. 30th August ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 30th September വരെയാണ് നോർമൽ പീരീഡ്, നോർമൽ ഫീസിൽ പേ ചെയ്യാനായിട്ട്. 7th October വരെയാണ് ലേറ്റ് ഫീ. അപ്പോൾ ബെറ്റർ നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് ഈ ഒരു വീക്ക് തന്നെ, ഈ ഒരു ആഴ്ച തന്നെ എന്താ അപ്ലൈ ചെയ്യുക. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലേക്ക് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട എന്താണ്, ലോഗിൻ. അതാണ് എന്ത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട സെക്ഷൻ. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റീച്ച് ചെയ്യുന്ന ഇങ്ങനെ ഒരു പേജിലായിരിക്കും. ഇവിടെ എന്തൊക്കെയുണ്ട്, എൻറോൾമെൻറ്റ് ID ഓർ ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ്, പിന്നെ നമ്മളൊരു എക്സ്പ്രഷൻ്റെ ഇവാലുവേഷൻ. കാരണം നമ്മൾ കമ്പ്യൂട്ടർ അല്ല, നോർമൽ ഹ്യൂമൻ ഇവാലുവേഷൻ ചെയ്യാൻ വേണ്ടി തന്നെ 7-2 എത്രയെന്ന് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ എന്താ സബ്മിറ്റ്, ഫോർഗെറ്റ് ID ഓർ പാസ്വേഡ്, ന്യൂ യൂസർ. അപ്പോൾ പുതിയതായിട്ട് കയറുന്നൊരു സ്റ്റുഡൻ്റ് ആണ്, ആദ്യമായിട്ട് കയറുന്ന സ്റ്റുഡൻ്റ് ആണ്, ക്ലിക്ക് ചെയ്യേണ്ടത് എന്താ ന്യൂ യൂസറാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ എൻറോൾമെൻറ്റ് ID ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് എന്ത് ഈ രണ്ട് സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കയറുന്ന ആൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ, ന്യൂ യൂസർ രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞ സെക്ഷനാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താ ഇങ്ങനൊരു സെക്ഷൻ വരും. ഈ സെക്ഷനിൽ എന്താ ഉള്ളത്, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, സർ നെയിം, നെയിം ഓഫ് കാൻഡിഡേറ്റ്, കൺഫേം, ഇങ്ങനെയൊരു സെക്ഷനാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നെയിം ഫില്ല് ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഇപ്പോൾ എൻ്റെ പേര് ആഡ് ചെയ്യണമെങ്കിൽ അനിത്ത് എന്ന് പറഞ്ഞ പേര് ഞാൻ ടൈപ്പ് ചെയ്യണമെങ്കിൽ ANITH, മിഡിൽ നെയിം ഇപ്പോൾ T എന്ന് കൊടുക്കണമെങ്കിൽ, സർ നെയിം എന്ന് പുട്ട് ചെയ്യണമെങ്കിൽ എന്താ ഫുൾ നെയിം നിങ്ങളുടെ ഇവിടെ കാണും. സിമിലർലി നിങ്ങളുടെ പേര് കറക്റ്റായിട്ട് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, സർ നെയിം അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതിന് ശേഷം എന്ത് ചെയ്യുക, കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ നിൽക്കുക. അപ്പോൾ അവരൊന്നുകൂടി വെരിഫൈ ചെയ്യും യുവർ നെയിം ഇന്നത് തന്നെയാണോ, ഗേറ്റ് അഡ്മിറ്റ് കാർഡിൽ ഈ രീതിയിലായിരിക്കും. പിന്നെ പ്രസ് കണ്ടിന്യൂ ടു കൺഫേം എന്ന് പറയും. അപ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ എന്താ ആ പേര് കൺഫേം ആവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾ ഫില്ല് ചെയ്യണം. എന്തൊക്കെ, ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ മെയിൽ ID ഇവിടെ കൊടുക്കണം. അത് തന്നെ കൺഫേം ആയിട്ടുള്ള മെയിൽ അഡ്രസ്സ് കൊടുക്കണം. പിന്നെ എവിടെയാണ്, ഇന്ത്യയിലാണോ പുറത്താണോ നിങ്ങളുടെ റെസിഡൻസ്, നിങ്ങളുടെ മൊബൈൽ നമ്പർ എത്രയെന്ന് പുട്ട് ചെയ്യുക. അത് തന്നെ എന്താ കൺഫേം മൊബൈൽ നമ്പർ പുട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പാസ്വേഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് എന്ന് പറയുമ്പോൾ അവർ സ്പെസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ചൂസ് എ പാസ്വേഡ് ദാറ്റ് കനോട്ട് ബി ഗസ്ഡ് ഈസിലി. പിന്നെ നിങ്ങളുടെ സ്വന്തം പേരോ അങ്ങനെയൊന്നും അല്ലാണ്ട് എൻഷുർ ആവുക കറക്റ്റായിട്ട് ആയിരിക്കുക. പിന്നെ ഒരു നമ്പർ, ലെങ്ത് ഓഫ് ദി പാസ്വേഡ് എന്ന് പറഞ്ഞാൽ എന്താ 8 to 15 characters ആയിരിക്കണം. അപ്പോൾ അതിൽ കൊള്ളാവുന്ന ഒരു പാസ്വേഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. കൺഫേം പാസ്വേഡ് അടിക്കാം. പിന്നെയും എന്താണ് അർത്ഥമെറ്റിക് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് 6-0 നിങ്ങളുടെ ഓരോ പ്രാവശ്യം കയറുമ്പോൾ ഓരോ എക്സ്പ്രഷൻ ആയിരിക്കും ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. സോ സബ്മിറ്റ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വന്നതെന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ കണ്ട പേജ്, നേരത്തെ നമ്മൾ കണ്ട ഈ ഒരു എൻറോൾമെൻറ്റ് ID പാസ്വേഡ് പേജിലായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഞാൻ എൻറോൾമെൻറ്റ് ID പാസ്വേഡ് അടിക്കാൻ പോവുകയാണ്. അടിച്ച് കഴിയുമ്പോഴേക്കും എന്ത് വന്നതെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ മെയിൻ പേജിൽ വന്നിട്ട് എന്ത് ചെയ്യുക, മെയിൽ ID നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ്, പിന്നെ ആ ഒരു അർത്ഥമെറ്റിക് എക്സ്പ്രഷൻ ടൈപ്പ് ചെയ്യുക. ഞാനത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഒരു മെയിൽ ID പുട്ട് ചെയ്തതാണ്, അത് വെച്ചിട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് എന്താ ചെയ്യുക, നിങ്ങൾ കൊടുത്ത ബേസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ ID പാസ്വേഡ് ആ ഒരു വാല്യൂ 6+1 എടുക്കുക. എന്നിട്ട് എന്താ സബ്മിറ്റ്. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും എന്ത് കയറുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ആപ്ലിക്കേഷൻ ഫോം ഹാസ് ബീൻ ഫിൽഡ് പാർഷ്യലി, നോട്ട് അറ്റ് സബ്മിറ്റഡ്, പാർഷ്യലി ഫില്ല് ചെയ്തിട്ടുണ്ട്. എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്താ ആപ്ലിക്കേഷൻ ഫോം ഫുള്ളായിട്ട് എന്താ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുക. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴെയുണ്ട് എന്തെങ്കിലും ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ പേയ്മെൻറ്റ് ചെയ്യാൻ നടത്തുള്ളതാണ്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, കറക്റ്റായിട്ട് എല്ലാം ഫില്ല് ചെയ്യുക, നമ്മുടെ മൊബൈൽ നമ്പറും പിന്നെ മെയിൽ ID ഒക്കെ വെരിഫൈ ചെയ്യണം. അപ്പോൾ ഈ പേജിൽ നിന്ന് പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ എഡിറ്റ് ആപ്ലിക്കേഷൻ ഫോമാണ്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു 5 സെക്ഷൻ വരും. നിങ്ങളിവിടെ നോക്കിയാൽ കാണാം, എക്സാം ഡീറ്റെയിൽ, പേഴ്സണൽ ഡീറ്റെയിൽ, അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ്, ക്വാളിഫൈങ് ഡിഗ്രി, അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ്, ഇങ്ങനെ എന്താ ഒരു 5 സെക്ഷൻ. ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ എക്സാം ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ്, ക്വാളിഫൈങ് ഡിഗ്രി, അപ്ലോഡ് ഡോക്യുമെൻറ്റ്, ഇങ്ങനെ ഒരു 5 സെക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ 5 സെക്ഷൻ നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഫില്ല് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്, എക്സാം ഡീറ്റെയിലാണ്.
അപ്പോൾ എക്സാം ഡീറ്റെയിലിൻ്റെ പേജ് എടുക്കുമ്പോൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, സെലക്ട് നമ്പർ ഓഫ് പേപ്പേഴ്സ് യു വാണ്ട് ടു അപ്പിയർ ഇൻ ഗേറ്റ് 2023. എത്ര നമ്പർ പേപ്പർ എഴുതണമെന്നാണ്, 1 ആണോ 2 ആണോ? അപ്പോൾ 1 ആണെങ്കിൽ ഒരെണ്ണം മാത്രമേ ഇവിടെ വരുള്ളൂ, സിവിൽ എങ്കിൽ സിവിൽ. 2 ആണെങ്കിൽ എന്ത് ചെയ്യുക, സിവിൽ. ഞാൻ ഒരു എക്സാമ്പിളാണ്, സിവിൽ എങ്കിൽ സിവിൽ. നിങ്ങളവിടെ ക്ലിക്ക് ചെയ്തതിന് വേറെ ബ്രാഞ്ചുകാരുണ്ട്, മെക്കെങ്കിൽ മെക്ക്, ഈസി എങ്കിൽ ഈസി, ട്രിപ്പിൾ എങ്കിൽ ട്രിപ്പിൾ. നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡറി പേപ്പർ ഇവിടെ കാണിക്കും. നിങ്ങൾ 2 പേപ്പർ എഴുതുന്നുണ്ടെങ്കിൽ, അപ്പോൾ സെക്കൻഡറി ഇപ്പോൾ നിങ്ങൾ ആർക്കിടെക്ചർ എഴുതുന്നുണ്ടെങ്കിൽ അതും കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവർ എന്താണ്, ഒരു കൺഫർമേഷൻ മെസ്സേജ് കൂടി ചോദിക്കും. നിങ്ങൾക്ക് ഇവിടെ നോക്കാം, ആർ യു ഷ്യൂർ ഇത് തന്നെയാണോ? നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് വന്നാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പിന്നെയും എടുത്ത് ചോദിക്കേണ്ടത് ഇത് തന്നെയാണോ? ആണെങ്കിൽ എന്ത് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ എവിടെയാണ് നിങ്ങളുടെ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത്, എവിടെയാണ്, ഇന്ത്യ ആണോ ഇന്ത്യക്ക് പുറത്താണോ? ഇന്ത്യ എങ്കിൽ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുക. പിന്നെ ഏതാണ് നിങ്ങളുടെ സിറ്റി, എവിടെയൊക്കെയാണ്. ഞാനിപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്തേക്കണം, എറണാകുളം ബേസ് ചെയ്തിട്ട് ആലുവ എടുത്തിട്ടുണ്ട്, മൂവാറ്റുപുഴ, കോതമംഗലം, അങ്ങനെ 3 എണ്ണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ജില്ലയിൽ ഇത് സെലക്ട് ചെയ്യാം. എന്തിനാ 3 എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ എന്തെങ്കിലും ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ, ഒരുപാട് പേര് അവിടെ എഴുതണ്ടെങ്കിൽ സെക്കൻഡ് സെൻറ്റർ ആയിരിക്കും, അത് പറ്റിയില്ലെങ്കിൽ എന്താ തേർഡിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇനി അത് കഴിഞ്ഞിട്ട് സെക്കൻഡിലേക്ക്, പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾ പോണതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓരോ പേജ് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ആ ഒരു സെക്ഷൻ എന്താ സേവ് ചെയ്യുക. അപ്പോൾ സേവ് ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും ഇറർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ദർ ഈസ് അറ്റ്ലീസ്റ്റ് 1 ഇറർ, ഒരു ഇറർ എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഞാനിപ്പോൾ വേറെ പേജുകൾ ഫില്ല് ചെയ്ത് ട്രൈ ചെയ്തപ്പോഴേക്കും അവിടെ എവിടെയെങ്കിലും എന്താ ഒരു ഇറർ വന്നേക്കണതാണ് എന്താ അവർ കാണിച്ചേക്കുന്നത്. അതല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ നമ്മൾ എല്ലാം ഓക്കെ ആണെങ്കിൽ എന്താ സേവ് കൊടുത്തത്, എന്താ ദ ഡാറ്റ യു ഹാവ് എൻറ്റേർഡ് ഹാസ് ബീൻ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അപ്പോൾ ഓരോ പേജ് കഴിയുമ്പോൾ എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ പേജിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ സേവ് കൊടുത്തപ്പോൾ എന്താണ്, ഒരു കുഴപ്പമില്ല, കണ്ട ദ ഡാറ്റ യു ഹാവ് എൻറ്റേർഡ് സേവ്ഡ് ആണ്. ഫസ്റ്റ് പേജ് ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് പേജിലേക്ക് പോവുക. സെക്കൻഡ് പേജിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. പേഴ്സണൽ ഡീറ്റെയിൽസിൽ എന്താണ്, പേര്, അഡ്മിറ്റ് കാർഡിൽ എങ്ങനെ പേര് വരണം, നിങ്ങളുടെ മെയിൽ ID, നിങ്ങളുടെ ഫോൺ നമ്പർ. അപ്പോൾ ഈ 2 സാധനം നമ്മൾ ഇനീഷ്യലി ഫസ്റ്റിൽ ചെയ്തതാണ്. അതെന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ മെയിൽ ID, ഫോൺ നമ്പർ കൊടുത്തപ്പോൾ അതിലേക്ക് ഒരു മെയിലും ഒരു മെസ്സേജും, ടെക്സ്റ്റ് മെസ്സേജ് വന്ന് കാണും. അതിലൊരു OTP ഉണ്ടാവും. അപ്പോൾ വെരിഫൈ ഇമെയിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ആ ഒരു OTP നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ മെയിലിൽ വന്ന OTP ടൈപ്പ് ചെയ്യുക. അതേപോലെ വെരിഫൈ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് എന്താ, ആ ഒരു നമ്പർ എന്താ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവിടെ 2 സ്ഥലത്തും എന്താ ഒരു ഗ്രീൻ ടിക്ക് വരും. ഗ്രീൻ ടിക്ക് വരും, നിങ്ങളുടെ വെരിഫൈഡ് ആയി കഴിഞ്ഞാൽ ഗ്രീൻ ടിക്ക് വരും. പിന്നെ എന്ത് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ എന്നാണ് ജനിച്ചത് കറക്റ്റായിട്ട് ID കാർഡിലുള്ളതുപോലെ പുട്ട് ചെയ്യുക. പിന്നെ ഞാൻ ജസ്റ്റ് സൂമിൻ ചെയ്ത് കാണിക്കാം. നിങ്ങളുടെ ജെൻഡർ, മെയിലാണോ ഫീമെയിൽ ആണോ ട്രാൻസ്ജെൻഡർ ആണോ, നാഷണാലിറ്റി ഇന്ത്യൻ ആണോ ഏതാണെന്നുള്ളത്. അതേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക, അതർ കൊടുക്കണം. ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ. പിന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണ്, ജനറൽ ആണോ, EWS ആണോ, നോൺ ക്രീമി ലെയർ ആണോ, OBC SC ആണോ, ST ആണോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പുട്ട് ചെയ്യാം. പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, S ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്പ് ചെയ്യണം, എന്ത് ഡിസബിലിറ്റി ആണ് കാര്യങ്ങൾ കൊടുക്കുക. ഡിസ്ലെക്ഷ്യ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ. അത് കഴിഞ്ഞ് എന്താണ്, നിങ്ങളുടെ റെസിഡൻസ് എന്താണ്, എവിടെയാണ് നിങ്ങളുടെ ഇത്, സ്റ്റേറ്റ് ഏതാണ്, കേരളയാണോ? കോമൺലി നിങ്ങളെല്ലാവരും കേരളയായിരിക്കാം. എനിവേ നമ്മുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ പേരും കേരള ഉള്ളവരായതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞത്. എനിവേ അതർ സ്റ്റേറ്റ്സ് ആയവരായാലും അവരെന്ത് ചെയ്യുക, പുട്ട് ചെയ്യുക. പിന്നെ വാലിഡ് ഫോട്ടോ ID പുട്ട് ചെയ്യുക. ആധാർ ആണെങ്കിൽ ആധാർ നമ്പർ എത്രയാണ് ടൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പാരൻ്റെ പേര്, അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ കറക്റ്റായിട്ട് പുട്ട് ചെയ്യുക. അവരുടെ ഫോൺ നമ്പർ പുട്ട് ചെയ്യുക. ഇത്രയാണ് എന്ത് സെക്കൻഡ് പേജ് പേഴ്സണൽ ഡീറ്റെയിൽ വേണം. അത് അടച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, സിമിലർലി സേവ് കൊടുക്കുക. തേർഡ് പേജിലേക്ക് പോവുക. തേർഡ് പേജ് എന്താണ്, നിങ്ങളുടെ അഡ്രസ്സാണ്, അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, പിൻ കോഡ്, നിങ്ങളുടെ കൺട്രി, നിങ്ങളുടെ സ്റ്റേറ്റ്, കേരള ആണെങ്കിൽ കേരള, പിന്നെ അഡ്രസ്സ് 3 ലൈൻ, ഫസ്റ്റ് ലൈൻ മതി, 2 ലൈൻസ് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ എന്താ അതും ഫില്ല് ചെയ്യുക. പിന്നെ സിറ്റി അത്രയും അടച്ചിട്ട് എന്ത് ചെയ്യുക, സേവ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓരോ പേജ് സേവ് പറയണത് നിങ്ങൾക്കിപ്പോൾ ഇൻ കേസ് ഈ 3 പേജ് ഫില്ല് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് ലോഗ് ഔട്ട് ചെയ്താലും അത്രയും സേവ് ആയി കിടന്നോളൂ. ക്ലിയർ? അപ്പോൾ തേർഡ് വൺ അതാണ്. പിന്നെ ഫോർത്ത് വൺ ആണ് എന്ത്, ക്വാളിഫൈങ് ഡിഗ്രി അല്ലേ. അപ്പോൾ നിങ്ങളുടെ കോളേജിൻ്റെ പിൻകോഡ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ അല്ലാത്തവരാണെങ്കിൽ ആ പിന്ന് വരും ജസ്റ്റ് എന്താണ് 9999 എന്ന് പറഞ്ഞാൽ അടിച്ചാൽ മതി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിവേഴ്സിറ്റി, കൺട്രി ഓഫ് യൂണിവേഴ്സിറ്റി എവിടെയാണ്, ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ, സ്റ്റേറ്റ് എവിടെയാണ് നിങ്ങളുടെ കോളേജ്, കേരളത്തിലാണെങ്കിൽ കേരള, പിന്നെ അതിൻ്റെ ടൗൺ ഏതാണ്, പിന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ. ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ തന്നെയൊക്കെ നിങ്ങളുടെ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്തേക്കുന്ന അത് തന്നെ എന്താ കൊടുക്കുക. അല്ലാണ്ട് ഗേറ്റ് 2023 നിങ്ങൾക്ക് കിട്ടിയ എൻറോൾമെൻറ്റ് ID അല്ല ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്.
നിങ്ങളുടെ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ആ ഒരു രജിസ്ട്രേഷൻ നമ്പറിലെ റോൾ നമ്പർ ആണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞാൽ എന്താ ക്വാളിഫൈങ് ഡിഗ്രി BTech ആണോ BSc ആണോ BA ആണോ കറസ്പോണ്ടിങ് എന്താ അത് കൊടുക്കുക. നിങ്ങളുടെ ഡിഗ്രി ഏതാണ്, മെക്കെങ്കിൽ മെക്ക്, സിവിലെങ്കിൽ സിവിൽ, ഏതാണോ നിങ്ങളുടെ ബ്രാഞ്ച്, നിങ്ങൾ ആദ്യം കൊടുത്ത ആ ഒരു പേപ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ഏതാണോ നിങ്ങളുടെ ബ്രാഞ്ച് അത് നിങ്ങൾക്ക് എന്താ പുട്ട് ഓൺ ചെയ്യുക. ഇപ്പോൾ സിവിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കൊടുക്കുക, ബയോമെഡിക്കൽ ആണെങ്കിൽ ബയോമെഡിക്കൽ, ഏതാണോ നിങ്ങളുടെ ബ്രാഞ്ച് അതെന്ത് ചെയ്യുക പുട്ട് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിട്ടുണ്ടോ, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഹാവ് യു ഗ്രാജുവേറ്റഡ് ഇൻ എബവ് ഡിഗ്രി? എസ് എങ്കിൽ എസ്, നോ എങ്കിൽ നോ. എസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇയർ സെലക്ട് ചെയ്യണം. അതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, എറൗണ്ട് ഒരു 1940 1940 തൊട്ട് 2022 വരെ ഗേറ്റിന് ഏജ് ലിമിറ്റ് ഇല്ല. ഹയർ സ്റ്റഡീസ് പോകാൻ നേരത്ത് ജോബ് ആണെങ്കിൽ PSUs ഏജ് ലിമിറ്റ് വെക്കും. അപ്പോൾ ഹാവ് യു ഗ്രാജുവേറ്റഡ് എസ് കൊടുക്കണമെങ്കിൽ എന്താ ആ ഇയർ ഏതാണെന്നുള്ളത്. ഇനിയിപ്പോൾ നോ കൊടുക്കണമെങ്കിലും കൊടുക്കണം കേട്ടോ. നോ ആണെങ്കിൽ 23 24 അല്ലേ, 3rd ഇയേഴ്സിന് ഗേറ്റ് എക്സാം എഴുതുക. അപ്പോൾ ഏത് കൊല്ലം നിങ്ങൾ പാസ് ഔട്ട് ആവും അതും പുട്ട് ചെയ്യുക. ഇനി ഡിഗ്രി അവാർഡിങ് യൂണിവേഴ്സിറ്റി എന്താണ്? അപ്പോൾ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് ജസ്റ്റ് എന്താ ഷോ ഓഫ് ചെയ്യും, ഏതാണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ആസ് യു സ്റ്റാർട്ട് ടൈപ്പിംഗ് ദി യൂണിവേഴ്സിറ്റി നെയിം യു വിൽ സീ ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പ്ലീസ് സെലക്ട് യുവർ യൂണിവേഴ്സിറ്റി ഇഫ് ഇറ്റ് അപ്പിയർ ചെയ്ത് അത് സെലക്ട് ചെയ്യുക. അതർവൈസ് എന്ത് ചെയ്യുക, ടൈപ്പ് ദി യൂണിവേഴ്സിറ്റി നെയിം ഇൻ ഫുൾ ഫോം വിത്തൗട്ട് ഷോർട്ട് നെയിം. ഇപ്പോൾ ചിലപ്പോൾ AMI ഒക്കെ പഠിക്കുന്നവരുണ്ടാവും, അവരുടെയൊക്കെ എന്താണ് ചിലപ്പോൾ ഇല്ലെങ്കിൽ ആ പേര് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യുക. കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ കോളേജിൻ്റെ നെയിം, അതും കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കുക, സേവ് കൊടുക്കുക. പിന്നെയുള്ള ലാസ്റ്റ് സെക്ഷനാണ് എന്ത്, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. 3 ഡോക്യുമെൻറ്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളൂ. ഒന്ന് കളർ ഫോട്ടോഗ്രാഫാണ്. അതിൻ്റെ കേസ് അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ പുട്ട് ചെയ്തിട്ടുണ്ട്. 250x320 JPEG മിനിമം റെസൊല്യൂഷൻ. പിന്നെ സൈസ് കറക്റ്റ് ആയിരിക്കണം, 5 KB 200 KB ഇടയിലായിരിക്കണം. ചൂസ് ഫയൽ ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അതേപോലെ തന്നെ സിഗ്നേച്ചർ JPEGയിലെ JPEG അതും 80x280 3 KB to 200 KB. പിന്നെ ഫോട്ടോ ID ആധാറോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് PDF-ലായിരിക്കണം 10 KB to 600 KB. അപ്പോൾ ഇതൊക്കെ അപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിൽ കണ്ടോ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നോ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് എന്നാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ വരും, സിഗ്നേച്ചർ വരും, കറസ്പോണ്ടിങ് ഡോക്യുമെൻറ്റ് ഇവിടെ കാണിക്കും. ആൻഡ് ഇപ്പോൾ SC ST ആണെന്നൊക്കെ ആദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും ഡോക്യുമെൻറ്റ് കണ്ടോ, ഞാൻ നേരത്തെ ജസ്റ്റ് SC കൊടുത്തുകൊണ്ടാണ് ഇവിടെ എന്തെങ്കിലും കാണിച്ചേക്കുന്നത്. നിങ്ങൾ ഏത് കാറ്റഗറി ആണോ അത് കൊടുത്തു കഴിഞ്ഞാൽ ജനറൽ OBCക്ക് വേണ്ട, അപ്പോൾ ഇവിടെ വേണ്ടി വരില്ല. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവർ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്, എവിടെ നിന്നാണ് നിങ്ങൾ ഗേറ്റ് 2023 കുറിച്ച് എന്താ അവെയർ ആയത്? അപ്പോൾ കുറച്ച് ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ഇൻ്റർനെറ്റ് സെർച്ച്, സോഷ്യൽ നെറ്റ്വർക്ക്, ന്യൂസ് പേപ്പർ, അതേഴ്സ്. ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. അതർ ആണെങ്കിൽ എവിടെ നിന്ന് ടൈപ്പ് ചെയ്യണം, അതല്ലെങ്കിൽ എന്ത് ഏതെങ്കിലും ഒന്ന് ഓപ്ഷൻ കൊടുക്കുക, അതിന് സേവ് കൊടുക്കുക. ആൻഡ് ഫൈനലി നിങ്ങൾ ഇത് റിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, സേവ് ആൻഡ് വ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇറർ ഉണ്ടെങ്കിൽ എന്താ, ഏതെങ്കിലും പേജിൽ എന്തെങ്കിലും ഇറർ ഉണ്ടെങ്കിൽ ഇതേപോലെ റെഡ് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാണ് ഇവിടെ ഇയർ ചോദിച്ചിട്ടുണ്ട്, ഇയർ കൊടുക്കുക. എന്തെങ്കിലും ഇറർ ഉണ്ടെങ്കിൽ അവർ കാണിക്കുക. അതുകൊണ്ട് സേവ് ആൻഡ് വ്യൂ ആപ്ലിക്കേഷൻ കൊടുത്തതിന് നിങ്ങൾക്ക് എന്താ ഫുൾ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും, നിങ്ങൾ കൊടുത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഒന്നും കൂടി എന്ത് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക. എന്തിനെങ്കിലും ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലും ഇറർ ഉണ്ടോ എന്ന് എല്ലാ കാര്യവും എന്താ ഒരു വട്ടവും കൂടി നോക്കുക. ഒരു കുഴപ്പമില്ലെങ്കിൽ ജസ്റ്റ് ഫുള്ളൊന്ന് വെരിഫൈ ചെയ്യുക, എല്ലാം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ഗോ ബാക്ക് ചെയ്യുക. ആൻഡ് ഫൈനലി എല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റ് എന്താ റിവ്യൂ ആൻഡ് സബ്മിറ്റ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ റിവ്യൂ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യണ സെക്ഷനിലേക്ക് പോകും. അത് നമ്മൾ കാണിക്കാനില്ല. പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം, പല മീൻസ് ഉണ്ട്. ഇൻ്റർനെറ്റ് ബാങ്കിങ് ആവട്ടെ, ഏതാ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യാം. ക്ലിയർ? അതോടുകൂടി നിങ്ങളുടെ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി ഇപ്പോൾ നിങ്ങൾ 3 ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ലോഗ് ഔട്ട് ചെയ്യാം. ലോഗ് ഔട്ട് ചെയ്തിട്ട് പിന്നെയും കയറാം. ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പേയ്മെൻറ്റിന് മുമ്പ് വേണമെങ്കിൽ ലോഗ് ഔട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെയും കയറിയിട്ട് പിന്നെ പേയ്മെൻറ്റ് ചെയ്താലും മതി. ക്ലിയർ? അപ്പോൾ അങ്ങനെയൊന്നും കുഴപ്പമില്ല. പക്ഷേ പേയ്മെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു നെറ്റ്വർക്ക് റേഞ്ച് ഉണ്ടാകുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ എറർ വന്നതിന് പണിയാണ്. പിന്നെ അവർക്ക് മെയിൽ അയക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പണിയെന്ന് വെച്ചാൽ പൈസ പോകുന്നല്ല, നമുക്കത് ശരിയാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഫൈനലി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്യുക. പിന്നെയും നിങ്ങൾക്ക് എന്താ എൻറോൾമെൻറ്റ് ID പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഫുൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് വെച്ചേക്കുക. എക്സാമിന് പോകാനുള്ള ഫോം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് റിലീസ് ആവും, അപ്പോൾ എടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഗേറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാം. സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ, വളരെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പയ്യെ
ഓരോ സെക്ഷൻസും സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഫില്ല് ചെയ്താൽ മതി. 5 സെക്ഷനിലെ ഓരോ സെക്ഷനും നിങ്ങൾ എന്ത് ചെയ്യുക, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഫില്ല് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കുക. പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഫോട്ടോ, സിഗ്നേച്ചർ, ID കാർഡ് പ്രോപ്പറായിട്ട് അപ്പ് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. ഇന്ന് സിമ്പിൾ സെഷനാണ്, നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ പറഞ്ഞു തന്നതാണ്. ഇതിനോട് റിലേറ്റ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാം. നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ട്, അവിടെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് വാട്സപ്പ് ചെയ്ത് ചോദിക്കാം. സോ അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം. പ്രോപ്പറായിട്ട് ഫോം ഫില്ല് ചെയ്യുക. ഓക്കെ, സോ സീ യു ഓൾ. താങ്ക് യു.